ഇന്ത്യയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സാധാരണ കാണുന്ന വളരെ മനോഹരമായ ഒരു ആരോഗ്യ സസ്യമാണ് ശംഖുപുഷ്പം. സംസ്കൃതത്തിൽ ഗവാക്ഷി, ദേവകുസുമ, മംഗല്യകാരി എന്നൊക്കെ അറിയപ്പെടുന്നു. ശാസ്ത്രീയ നാമം ക്ലിട്ടോറിയ ടെർനറ്റി എന്നാണ്. ശംഖുപുഷ്പത്തിന് ആ പേര് വരാനുള്ള കാരണം പൂവിന്റെ ആകൃതി ശംഖിനോട് വളരെ സാമ്യമുള്ളത് കൊണ്ടാണ്. ശംഖ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ദൈവികമായ ഒരു സങ്കല്പമാണ്. ക്ഷേത്രങ്ങളിൽ നിന്നും കേൾക്കുന്ന ശംഖുനാദം നമുക്ക് സുപരിചിതമാണല്ലോ. ആയുർവേദത്തിൽ ശംഖുപുഷ്പത്തിന് മഹനീയമായ ഒരു സ്ഥാനമുണ്ട്. കുട്ടികളുടെ ബുദ്ധി വികാസത്തിന് ശംഖുപുഷ്പത്തിന്റെ വേര് ഉത്തമ മരുന്നാണ്. വേര് മുതൽ ഇല വരെ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും മരുന്നായി ഉപയോഗിക്കാം എന്നതാണ് ഈ ചെടിയുടെ പ്രത്യേകത. ആയുർവേദത്തിൽ വിഷചികിത്സ, ചർമ്മരോഗങ്ങൾ, ഉറക്കമില്ലായ്മ, മാനസിക വിഭ്രാന്തി, ദഹന സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയ പ്രമേഹത്തിനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും തലമുടി വളരാൻ തുടങ്ങിയ എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ഒറ്റമൂലിയാണ് ശംഖുപുഷ്പം എന്ന് തന്നെ പറയാം. ഗർഭിണികളായ സ്ത്രീകൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പാരമ്പര്യ ചികിത്സാ രംഗത്ത് ശംഖുപുഷ്പത്തിന്റെ സ്ഥാനം വളരെ അമൂല്യമാണ്. സർവ്വരോഗ സംഹാരി എന്ന് തന്നെ ശംഖുപുഷ്പത്തെ വിശേഷിപ്പിക്കാം. ശംഖുപുഷ്പത്തിന്റെ പൂവ് പല നിറങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് അവയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ശംഖുപുഷ്പത്തിന്റെ പൂക്കൾ കൊണ്ട് ഒരു ബ്ലൂ ടീ നമുക്ക് തയ്യാറാക്കിയാലോ? ശംഖുപുഷ്പം ടീ തയ്യാറാക്കുന്നത് 5 ശംഖുപുഷ്പം പൂവും കൊണ്ടാണ്. ഒരാൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള ടീയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 5 പൂക്കൾ എടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് വെള്ളവും. ഇനി വേണ്ടത് ഇഞ്ചി ചതച്ചത്, ഏലക്ക ചതച്ചത്, പിന്നെ കുറച്ച് നാരങ്ങ നീര്. മധുരം ചേർക്കാതെ കഴിക്കുന്നതാണ് ഒന്നുകൂടെ ഗുണം. വെള്ളത്തിലിട്ട് ഈ പൂക്കൾ നല്ലതായിട്ട് തിളപ്പിച്ച് അതിൻ്റെ നീര് മാത്രം ഊറ്റിയെടുക്കുക. ഇൻഗ്രീഡിയൻസ് എല്ലാം തിളക്കുന്ന സമയത്ത് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ ബ്ലൂ ടീ ഒന്നുകൂടെ നല്ല കളറായിട്ട് കിട്ടും. അപ്പോൾ ഇനിയും ഈ ബ്ലൂ ടീയുടെ ഗുണങ്ങളെ പറ്റി ഒന്ന് നമുക്ക് നോക്കിയാലോ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ശംഖുപുഷ്പത്തിന്റെ ഇലയ്ക്ക് കഴിവുണ്ട്. ഭക്ഷണത്തിൽ നിന്നും ഗ്ലൂക്കോസിന്റെ ആഗിരണത്തെ നിയന്ത്രിച്ച് ടൈപ്പ് 2 പ്രമേഹം തടയാൻ നീലച്ചായ സഹായിക്കും. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ നീലച്ചായ തലമുടിയുടെയും ചർമ്മത്തിന്റെയും ആരോഗ്യത്തിന് നല്ലതാണ്. നീലച്ചായ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു, ഒപ്പം രക്തചംക്രമണം വർദ്ധിപ്പിച്ച് ഹൃദ്രോഗ സാധ്യതയെ കുറയ്ക്കും. ആന്റി ഓക്സിഡന്റുകൾ ക്യാൻസറിന് കാരണമാകുന്ന കോശങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും. ഇത് ക്യാൻസർ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുടെ തീവ്രത കുറയ്ക്കും. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നീലച്ചായ ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഇതുകൂടാതെ ശംഖുപുഷ്പത്തിന്റെ വേരുകളിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾക്ക് മണ്ണിലെ നൈട്രജന്റെ തോത് വർദ്ധിപ്പിക്കാൻ കഴിയും. അതിനാൽ മണ്ണിൽ വളക്കൂറ് വർദ്ധിക്കുകയും മറ്റ് സസ്യങ്ങൾക്ക് വളരാൻ ഇത് ഗുണകരവുമാണ്. കൃഷികൾക്കിടയിൽ ശംഖുപുഷ്പം നട്ടുപിടിപ്പിക്കുന്നത് മണ്ണിലെ വളക്കൂറ് വർദ്ധിപ്പിക്കാൻ കാരണമാകും. അപ്പോൾ ശംഖുപുഷ്പ ചെടിയെക്കുറിച്ചും അതിൻ്റെ പൂവിനെക്കുറിച്ചും അതുകൊണ്ടുണ്ടാകുന്ന നീലച്ചായയുടെ ഗുണങ്ങളെ പറ്റിയൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്നത്തെ നാട്ടറിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു നാട്ടറിവുമായി എത്തുന്നവരേക്കും ബൈ ബൈ.